12 ലക്ഷത്തോളം രൂപ മുടക്കി ലേലത്തിൽ പിടിച്ച വസ്തുവും വീടും വിട്ടു നൽകാൻ ബാങ്ക് തയ്യാറാകുന്നില്ല എന്ന പരാതിയുമായി വീട്ടമ്മ. പത്തനംതിട്ട മല്ലപ്പള്ളി ശാസ്താംകോയിക്കൽ സ്വദേശിനി രാധാമണിയാണ് ഇത്തരത്തിലൊരു പരാതിയുമായി രംഗത്തെത്തിയത്. തിരുവല്ല ഈസ്റ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലേലത്തിൽ വെച്ച 7.5 സെന്റ് വസ്തുവും വീടുമാണ് ഒരു വർഷം മുൻപ് രാധാമണി ലേലത്തിൽ പിടിച്ചത്. എന്നാൽ ഈ ഒരു വർഷമായിട്ടും ആ ഭൂമിയിലൊന്ന് കാലുകുത്താൻ പോലും തനിക്ക് സാധിച്ചിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. എന്നായിരുന്നു ഈ ലേലം നടന്നത്? ഏപ്രിൽ മാസം 25-ാം തീയതി, 23 കഴിഞ്ഞ വർഷം. ഇപ്പോൾ ഒരു വർഷമാകാൻ പോകുന്നു. എന്നും ബാങ്ക് പറയും തരാമെന്ന്. ഇതുവരെ എനിക്ക് യാതൊരു നിയമപരമായി ഒന്നും അവർ ചെയ്തിട്ടില്ല, തന്നിട്ടുമില്ല. എത്ര രൂപയാണ് കൃത്യമായിട്ട് അടച്ചത്? 11,48,550 രൂപ. മുഴുവൻ പണവും ബാങ്കിന് അടച്ചു കഴിഞ്ഞല്ലോ? മുഴുവൻ പണവും അടച്ചപ്പോൾ 3 മാസത്തിനകം ഇവിടെ താമസം ഉണ്ടായിരുന്നു. അന്ന് താമസമുള്ളപ്പോൾ അളന്ന് കല്ല് വിട്ടിട്ടുണ്ടായിരുന്നു. അളന്ന് കല്ലിട്ട് താമസക്കാരുള്ളപ്പോഴാണ് എനിക്ക് ലേലം ചെയ്തു തരുന്നത്. അന്നവർ പറഞ്ഞാൽ 3 മാസത്തിനകം ഇവരെ ഒഴിപ്പിച്ചുകൊണ്ട് എനിക്ക് ലേലം ഇവരെ ഒഴിപ്പിച്ച് എഴുതി തരാമെന്നാണ് പറഞ്ഞിരുന്നത്. ഞാൻ ചോദിച്ചു, സാറേ എങ്ങനെ ഒഴിപ്പിക്കുമെന്ന് പറഞ്ഞില്ല, അവരുടെ തന്നെ വീടല്ലേ, ഇവർ ഈ സ്ഥലം ഇതിനെ ഈ ലോൺ എടുത്തത് തന്നെ താഴെ ഒരു വാർപ്പ് കെട്ടിടം വെക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് ഇവർക്ക് കടമായത്. ഇവരുടെ തന്നെ ഈ അച്ഛൻ്റെ അമ്മയുടെയും തന്നെയാണ് ആ സ്ഥലവും. ബാക്കി 18 സെൻറ്റാണ്. തൊട്ട് സമീപത്ത് മറ്റൊരു വീടുണ്ട്, നല്ലൊരു വാർപ്പ് കെട്ടിടവും. അതിനവർ ലോൺ എടുത്തത്. അതിൻ്റെ സമീപത്തല്ല, ഇതിൻ്റെ ബാക്കി സ്ഥലമാണ്. 18 സെൻറ്റ് ഉള്ളതിൽ നമ്മൾ 8 പിടിച്ചതിൻ്റെ ബാക്കി വഴിയും ഈ 11 സെൻറ്റ് സ്ഥലവും വാർപ്പ് കെട്ടിടവും അവർക്കുണ്ട്. അങ്ങോട്ട് മാറ്റാമെന്ന് പറഞ്ഞ് എന്നെ ലേലം പിടിപ്പിച്ചതും. ലേലം പിടിച്ചത് അത് പിന്നെ ഇന്ന് വരെ ലേലം പിടിച്ച അന്ന് ഏപ്രിൽ മാസം 25-ാം തീയതി അവിടുന്ന് രജിസ്ട്രാറും അവിടുന്ന് സാറ് വന്നു, സെയിൽ ഓഫീസറും അവിടുത്തെ ഭാരവാഹികളും കൂടെ വന്ന് ഒരു നോട്ടീസ് ഇന്ന മുണക്ക് ലേലം ചെയ്തു എന്ന് പറഞ്ഞ് അവരുടെ കഥകൾ ഒട്ടിക്കുകയും ചെയ്തു. ഒട്ടിച്ചത് അവർ പോയി കഴിഞ്ഞുടനെ ഇവരങ്ങ് വലിച്ചു കയറി കളഞ്ഞു. പിന്നെ ഇന്ന് വരെ വാങ്ങിക്കുന്ന ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല. ഈ ഒരു വർഷമായിട്ട് ഇവരോട് മാറാനും പറഞ്ഞിട്ടില്ല, ഒരു നടപടിയും എടുത്തിട്ടുമില്ല. ഒരു വർഷമായി. അന്ന് എനിക്ക് ഭർത്താവ് ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ വൃദ്ധയാണു, വിധവയാണു, രോഗിയാണു. എനിക്ക് സ്ഥലം കിട്ടിയിട്ട് ഇതേ ലോൺ എടുത്ത് എൻ്റെ കടം വീട്ടണം. എന്താണ് തീരുമാനം? എനിക്കിത് കിട്ടിയില്ലെങ്കിൽ യാതൊരു മാർഗ്ഗവുമില്ല, ആത്മഹത്യ അല്ലാതെ. എനിക്ക് കടം വീട്ടിയേ പറ്റൂ. ഞാൻ വല്ലവരോടും വാങ്ങിച്ചു കൊടുക്കണ്ടേ? എനിക്കാണല്ലോ അത് കിട്ടിയിട്ട് അതേ ലോൺ എടുത്ത് എനിക്ക് എൻ്റെ കടം വീട്ടണം. എൻ്റെ ഭർത്താവിന് ഡയാലിസിസിന് തന്നെ 1.5 എനിക്ക് രൂപ വേണമായിരുന്നു. ഒരു മാസത്തിൽ കൂടുതൽ പുഷ്പഗിരി ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിലും ICUലുമായിട്ട് കിടന്നു. അതിന് എനിക്ക് ഏറെ പൈസ ചിലവുണ്ട്, ലക്ഷങ്ങൾ ചിലവുണ്ട്. എനിക്ക് അത്രയും പൈസ തിരിച്ചു കൊടുത്തേ പറ്റൂ. ഞാനിത് പലിശയ്ക്കെടുത്ത പൈസയൊക്കെയായിരുന്നു. മാസം തോറും പലിശ കൊടുക്കാൻ എൻ്റെ പൈസ ഇല്ല. എനിക്കിത് കിട്ടിയേ പറ്റൂ. കിട്ടി ഇതേ ലോൺ എടുത്ത് എനിക്ക് എൻ്റെ കടം വീട്ടണം. അവരെ ഇന്ന് വരെ അതിൽ നിന്ന് ഒഴിപ്പിച്ചിട്ടില്ല. ബാങ്കുകാർ കള്ളം പറയുന്നു. ഇന്നേ വരെ അവർ താമസം മാറിയിട്ടില്ല. ആരോട് വേണേലും നിങ്ങൾ ഈ കവല ചോദിച്ചു നോക്കൂ, ആരെങ്കിലും ഒന്ന് പറയട്ടെ ഇവരിവിടുന്ന് മാറിയായിരുന്നു. ഇന്ന് വരെ മാറിയിട്ടില്ല. 2023 ഏപ്രിൽ മാസം 25-ാം തീയതിയാണ് രാധാമണി ഈ 7.5 സെന്റ് വസ്തുവും വീടും ലേലത്തിൽ പിടിക്കുന്നത്. എന്നാൽ ഈ ഒരു വർഷമാകാറായിട്ടും വീട്ടിൽ നിന്ന് അവരെ ഒഴിപ്പിക്കാൻ ബാങ്ക് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ ആരോപണം. അതേസമയം ബാങ്ക് പറയുന്നത് ആ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആൾ, അതായത് ആ വസ്തുവിൻ്റെ മുൻ ഉടമകൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കൂട്ടാക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമായത് എന്നുള്ളതാണ് നിലവിൽ ഈ വിഷയത്തിൽ ബാങ്കിൻ്റെ വിശദീകരണം. പത്തനംതിട്ടയിൽ നിന്നും അരുൺ മല്ലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.